ഫ്രണ്ട്സ്, നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ടൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കടുക് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ബ്രിഞ്ചോൾ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, മെഴുക്കുവരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അതിൽ കുറച്ച് ഗാർലിക്ക് ഒരു 2-3 പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത്, പിന്നെ ഒരു ഓണിയൻ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ കളർ മാറത്തില്ല. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത ബ്രിഞ്ചോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി, ഞാൻ അത് മാത്രമേ ഇടുന്നുള്ളൂ. ഫെനൻസിഡ്സിൻ്റെ പൗഡറും ചില്ലി പൗഡറും മാത്രമാണ് ഇടുന്നത്. ഇതിട്ട് മൂടി വെച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല്, മൂടി വെച്ച് തനിയെ അത് പറ്റി വന്നോളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ പറ്റി അങ്ങ് ഫ്രൈ റെഡി ആയിക്കോളും. ഇനി ഞാനൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്, കുമ്പളങ്ങ വെച്ചൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടിക്കകത്തോട്ട് കുമ്പളങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിനാവശ്യമുള്ള പച്ചമുളകും ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് ഞാൻ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറും 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിനതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ അത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ജീരകമായിട്ട് അരച്ചും തൈര് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വെള്ളമാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കടുക് വറുക്കാനായിട്ട് കടുകും കുറച്ച് ചുമന്നുള്ളി, 2-3 ചുമന്നുള്ളി, ഇപ്പം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടാണ് ഞാൻ കടുക് വറുത്തെടുക്കുന്നത്. ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്ന മുളക്, കടുക്, ഉലുവ, പിന്നെ ഇച്ചിരി കായപ്പൊടി, ഇത്രയും ഇട്ടാണ് താളിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മോര് കാച്ചാൻ വെച്ചതിലോട്ട് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. അതിലോട്ട് നമ്മുടെ കടുക് വറുത്തത് ഇട്ട് കൊടുത്തു. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്, കുമ്പളങ്ങ ഇട്ട മോരുകറി. ഇനി നമ്മൾ മത്തി വാഴയിലയിൽ പൊള്ളിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3-4 ചുമന്ന മുളക്, നമ്മുടെ ഏരിയയുടെ ആവശ്യത്തിനുള്ള ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്, ഗാർലിക് എടുത്തിട്ടുണ്ട്, സ്മോൾ ഓണിയൻ എടുത്തിട്ടുണ്ട്, ജിഞ്ചർ എടുത്തിട്ടുണ്ട്, പിന്നെ ടർമറിക് പൗഡർ, സോൾട്ട്, പിന്നെ ഞാൻ ലൈം ജ്യൂസ് എല്ലാം ഒഴിച്ചു കൊടുത്തത്, വിനീഗറാണ് ഇട്ട് കൊടുത്തത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല ലൈം ജ്യൂസ് ഉപയോഗിക്കാം നിങ്ങൾക്ക്. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തത് ഞാൻ ഈ മത്തിയുടെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു തവ വെച്ചിട്ട് അതിലോട്ടൊരു വാഴയിലയുടെ പീസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു കുറച്ച് മതി കേട്ടോ. അതിലോട്ടും നമ്മുടെ മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒരു പീസ് വാഴയില എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് മൂടി വെക്കണം. എന്നിട്ട് സ്ലോയിലിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ഫ്രൈ ആയാൽ തിരിച്ച് നമ്മൾ അതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ച് ഇട്ട് കൊടുത്ത് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ തവയിലുള്ള വാഴയിലയിൽ പൊള്ളിച്ച മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചൂരമീൻ കറി വെക്കാൻ പോണേ. അതിന് ഞാൻ ചട്ടിയിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുകും ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഒരു ഗ്രീൻ ചില്ലി, പിന്നെ സ്മോൾ ഓണിയൻ, ഇതെല്ലാം കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഈ മീനിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മീൻ ആവശ്യമായ ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂണ്. കാരണം ഈ എൻ്റെ അളവ് സ്പൂണ് വളരെ ചെറുതാണ്. പിന്നെ ആ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത്
പിന്നെ ഇതൊന്ന് തിളച്ചിട്ട് ഞാൻ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ചെറുതായിട്ട് തിള വന്നപ്പോൾ തന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയിട്ട് അത് പറ്റി വരുമ്പോൾ എടുക്കുക. നമ്മുടെ മീൻ കറിയും റെഡിയായേ. ഇനി നമുക്ക് ഇത് ചട്ടിച്ചോറ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചട്ടി നമ്മൾ കുറച്ച് ചോറ് എടുക്കുക. ആദ്യം നമ്മുടെ മീൻ കറി ഇട്ട് മീനിട്ട് നല്ല, ഇപ്പം മീനെന്നൊന്നുമില്ല, ചിക്കൻ ബീഫ് എന്ത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം മീനിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക ആ ചോറിൽ. കൈയിട്ടൊക്കെയാണ് ഇളക്കേണ്ടത്. ഇപ്പം വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ തവിയൊക്കെ വെച്ചത്. പക്ഷെ കൈയിട്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഒരു ലെയർ പോലെ ആക്കി കൊടുക്കുക. ആദ്യത്തെ ലെയർ ഞാനിപ്പം മീൻ കറിയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ കുമ്പളങ്ങ ഇട്ട മോര് കറി അതിട്ട ചോറാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. അത് അടുത്ത ലെയറായിട്ട് ഇടുക. മൂന്നാമത്തെ ലെയറായിട്ട് ഞാൻ പ്ലെയിൻ റൈസാണ് ഇട്ട് കൊടുക്കുക. പ്ലെയിൻ റൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചീര മാങ്ങ ഇട്ട് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രിഞ്ചോൾ മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുകയാണ്. ചീര മാങ്ങ അവിയൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മെഴുക്കുവരട്ടി, കടുവ് മാങ്ങ, പിന്നെ നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചതില്ലേ, അത് അങ്ങോട്ട് തുറന്ന് അതിൽ നിന്ന് എന്തൊരു മണമാണെന്നറിയാം, അതങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ തൈര്, ഞാനിവിടെ ചമ്മന്തി ഒന്നും യൂസ് ചെയ്തില്ല. കാരണം ചമ്മന്തിയൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനിവിടെ ചമ്മന്തി യൂസ് ചെയ്തില്ല. ഞാൻ തൈര് ഒഴിച്ചു. പിന്നെ നടുക്ക് നമ്മുടെ വൈറ്റ് റൈസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മീൻകറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നോക്കി, നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് പാലട കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ചു. അപ്പോൾ ചട്ടിച്ചോറും പാലട പായസവും എല്ലാം കൂടെ വളരെ ടേസ്റ്റായിരുന്നു. വെജിറ്റേറിയൻകാർക്ക് നമ്മുടെ മീൻകറിക്ക് പകരം എന്ത് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വെച്ചുള്ള കാര്യങ്ങളായാലും ചെയ്ത് ഇതേപോലെ ചട്ടിച്ചോറ് ഉണ്ടാക്കാം. ഞാനൊരു എപ്പിസോഡിൽ ഇടാൻ ചട്ടിച്ചോറ് വെജിറ്റേറിയൻകാർക്ക്. അപ്പോൾ എല്ലാവരും ഈ ചട്ടിച്ചോറ് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.